ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് AKG സെന്ററിൽ നിന്ന് ഒരാളുടെ നേതൃത്വത്തിലും ഇപ്പൊ പറഞ്ഞ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിന്റെ നേതൃത്വത്തിലും വ്യാപകമായിട്ട് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചരണങ്ങൾ നടത്തിയാണ്. ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ, സീനിയർ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, താങ്കളാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നതല്ല, നമ്മുടെ ശത്രുക്കൾ നമുക്ക് പ്രസൻസ് ഉണ്ടാക്കി തരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു 20 കാർഡ് AKG സെന്ററിൽ നിന്നും ഒരു 10 കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ്. എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രം കാണുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ്. അതിനിങ്ങനെ എന്നെ തൊട്ടിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പൊ ഇതിലൊന്നും ഞാൻ വീഴില്ല. അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരമുള്ള ആളാണ് അദ്ദേഹം. എനിക്ക് അതിൽ തർക്കമില്ല. നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ്. തർക്കമില്ലല്ലോ. അപ്പോ ഞാൻ നിലവാരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കല്ലേ. ഞാൻ നിലവാരം കുറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരമുള്ള ഒരാളാണ്. ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഇല്ല. കാരണം പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ്. അത് LDFന്റെ ചങ്ക് തുളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട്. ആ സബ്ജക്റ്റിൽ നിന്ന് ഒരാളും വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ നോക്കണ്ട. ആ സബ്ജക്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ആയിരുന്നു ഇലക്ഷനിലെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട. ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ട. അതായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ തോണ്ടല്, പിച്ചല്, വലിക്കല്, തോട്ടിയിട്ട് വലിക്കല്. അതിലൊന്നും ഞങ്ങൾ വീഴില്ല. പ്രതിപക്ഷ നേതാവേ, അങ്ങ് തന്നെ ഈ വഴിമരുന്നിടുന്ന പലതരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ട് അങ്ങ് തന്നെ ഒരു പൊതുനിരത്തിൽ പൊതുജനസമക്ഷം വളരെ മോശം പദങ്ങൾ ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടത്തിയത്, അതിനെ തുടർന്നൊക്കെ സ്വാഭാവികമായി കാർഡുകൾ വരില്ലേ? ഇതെല്ലാം ഞാൻ നിയമസഭയിൽ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. വേറെ വല്ലതും ഉണ്ടോ? സ്വാഭാവികമായി ഇങ്ങനെ പ്രതികരണം വരുമല്ലോ. സ്വാഭാവികമായി പ്രതികരണം അതൊക്കെ പറഞ്ഞിരുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല. അല്ല, അദ്ദേഹം സജീവമാണല്ലോ. നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അദ്ദേഹം സജീവമാണ്. മനസ്സിലേ? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വിദേശ സർവീസിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹം ഈ ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന വലിയൊരു സമൂഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിലേക്ക് അദ്ദേഹം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണയുമായിട്ട്. ബാക്കി ഞാൻ നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം തെറ്റായ വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്, വെറുതെ LDF ക്യാമ്പിൽ നിന്ന് പ്രചരിപ്പിച്ച വാർത്തകളാണ്. ആ വാർത്തയ്ക്കൊന്നും അടിസ്ഥാനമില്ല. അദ്ദേഹം UDFനെ 100 സീറ്റിലധികം വാങ്ങി തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഞങ്ങളുടെ അഭിമാനമായ ശശി തരൂരുണ്ടാവും. സമയമുണ്ടല്ലോ.